അതായത് ഇപ്പൊ നിങ്ങൾ ആരും വനിതാ വേദിയിലേക്ക് വരാറില്ല? ഇല്ല, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ അവരാരും വരാറില്ല. അവർക്ക് വിലക്കായതുകൊണ്ട് വരാറില്ല. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അവർക്ക് വിലക്കുണ്ടെന്ന് അവര് പറയുന്നത് നമുക്കറിയില്ല. അങ്ങനെ വിലക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പാടില്ല, തിയേറ്റർ അല്ലേ, അങ്ങനെ വിലക്കോ പൊതുജനങ്ങൾക്ക്? അല്ല, അതാ ഞാൻ ചോദിച്ചാൽ വിലക്ക് ഏർപ്പെടുത്താം. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിലക്ക് ഏർപ്പെടുത്താം. അതന്നെ ഞാൻ പറഞ്ഞത്, സിനിമ തിയേറ്റർ അല്ലേ, അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തുന്നത് മോശമാണ്. പിന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവിടെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം ചെയ്തിട്ടില്ല. കാരണം അലിൻ ജോസ് ആണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അതുപോലെ വാക്ക് വലിക്കുന്ന ഒരാളാ. ചെയ്യില്ല എന്ന്, ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. പിന്നെ പക്ഷെ ഇവര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത് തടയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ തിയേറ്റർ ആണെങ്കിൽ ശരിയല്ല. അത് അപ്പൊ പിന്നെ അവരുടെ അവകാശമല്ലേ സിനിമ കാണുക, ഏത് തിയേറ്റർ പോവുക എന്നുള്ളത്, അത് അവരുടെ അവകാശമല്ലേ. ഞാൻ പോകാറുണ്ട് വനിതയില്. റിവ്യൂ ചെയ്യാറുണ്ടോ? റിവ്യൂ എടുക്കാറുണ്ടോ? അല്ല, ഞാൻ ചില സമയങ്ങളിലൊക്കെ, ഇന്നിപ്പോ ചിലപ്പോ ഞാൻ നൈറ്റ് സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പോകുന്നത്. ചിലപ്പോ നൈറ്റ് 10 മണിത്തെ ഷോ ആയിരിക്കും, ചിലപ്പം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷോ ആയിരിക്കും. ലാസ്റ്റ് കണ്ടത് സുമതിയോളവാണ്. സുമതിയോളവ് രജനീകാന്തിന്റെ കൂലി ഇറങ്ങിയിട്ടാണ്, കണ്ടില്ല? അല്ല, കാണണം. ഇന്ന് നോക്കാൻ ഓർത്തിരിക്കുക. നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടു, പോയി കാണണം. സുമതിയോളവ് എങ്ങനെയുണ്ടായിരുന്നു? സുമതിയോളവ് ഞാൻ പണ്ടത്തെ നമ്മുടെ മേഘസന്ദേശം, ആകാശഗംഗയൊക്കെ, ഞാനൊരു സിനിമ റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കാണാൻ വലിയ താല്പര്യമില്ല. ഇപ്പം ഞാൻ കൂലി എന്ന് പറഞ്ഞ് കാണണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഓൾറെഡി റിവ്യൂ കേട്ട് കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും പറഞ്ഞു നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ചിലപ്പോ ഇന്ന് നോക്കും, ചിലപ്പോ പോവായിരിക്കും. സുമതിയോളവ് ഞാൻ പണ്ടത്തെ നമ്മുടെ ആകാശഗംഗ മേഘസന്ദേശമൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു ലെവലിലേക്കാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ പേര് മാത്രമേ ഉള്ളൂ, സുമതി വളവ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നമ്മള് പ്രതീക്ഷിച്ച് ചെന്ന സുമതി രണ്ടാം ഭാഗം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സുമതി വളവിന്റെ കഥ മാത്രം എടുത്തിട്ട് രണ്ടാം ഭാഗം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ആ സിനിമയില് സുമതി വളവ് എന്നുള്ള പേര് മറ്റൊരു വലിയ അപ്പേട്ടന്റെ പ്രണയം അങ്ങനെ വല്ലതൊക്കെ ആക്കണമായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ഒന്നും കാണണ്ട. അല്ല, ഞാനൊരു എനിക്ക് എന്റേതായ ഒരു ഇത് പറയാലോ. ശരിയാണ്, ശരിയാണ്. സുമതി വളവിന്റെ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനം നമുക്കത് വന്നില്ല. കറക്റ്റ്, നമ്മള് പൈസ കൊടുത്തല്ലേ കണ്ട. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഞാൻ പ്രതീക്ഷിച്ച പണ്ടത്തെ ഒരു രീതി, നമ്മൾ ആ കാഞ്ചന സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ അരമന 2 ആ ഒരു ലെവലിലേക്ക് സുമതി വളവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ അതിനെ കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കുറെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. കുറച്ച് എന്തൊക്കെ പേടിപ്പീര് മാത്രമേ ഉള്ളൂ, വഴി തെറ്റിച്ചു വിടുന്ന അതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക്, ഞാൻ യക്ഷിക്ക് സിനിമ അങ്ങനെയുള്ള ഗോസ്റ്റ് മൂവി കാണാൻ പോകുമ്പോൾ എനിക്കത് ഗോസ്റ്റ് മൂവി തന്നെയായിട്ട്. ഞാനും റൈറ്റിംഗ് കൂടെ 4DX പോയി സിനിമ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് പടമൊക്കെ. 4DX ലുലുമാളിലെ കയറി കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയി കണ്ടു. അത് അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്തു. നിങ്ങളിപ്പോ ഒരു സിനിമ പ്രേമിയായി മാറിയോ? എന്റെ പടം പണ്ടേ കാണാൻ ഇഷ്ടമാ. കുഞ്ഞുനാളിലെ പോലെ പടം കാണുന്നുണ്ട്. അവിടെ തിയേറ്റർ ഉണ്ടല്ലോ. അവിടെ ഞങ്ങളുടെ ആദ്യത്തെ തിയേറ്റർ മറ്റേ ഉടുമ്പന്നൂരായിരുന്നു. അതിപ്പോ പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം ചെറുപ്പത്തില് 5 കിലോമീറ്റർ നടന്നു സ്കൂളിൽ പോവാൻ. അല്ല, ആ സമയത്ത് നമ്മൾ സിനിമ കാണണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു ജീപ്പ് വിളിക്കും. അവിടെ അയലക്കം കരക്കണ്ട്, ഞങ്ങളെല്ലാവരും ഒത്തൊരുമയാ. അപ്പൊ അയൽവാസികളൊക്കെ കൂടിയിട്ട് ജീപ്പ് വിളിച്ചിട്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ പോയിട്ടുണ്ട് അങ്ങനെ കാണാനൊക്കെ. ഓ, അത് കൊള്ളാം. ഇപ്പൊ അവിടെ നിങ്ങളുടെ അവിടെ ഇപ്പൊ നല്ല രീതിയിലുള്ള വികസനങ്ങൾ, റോഡ് വന്നു, എല്ലാരും വീട്ടില് TV ഉണ്ട്, എല്ലാരും വീട്ടില് വാഹനങ്ങളായി. ഇപ്പൊ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, എന്ത് ആദിവാസി എന്നുള്ള. എല്ലാരും നല്ല പോപ്പുലറായി, സാമ്പത്തികമായിട്ടും എല്ലാരും നല്ല ഉയർച്ചയിലായി. നല്ല കാര്യമാണ് അതല്ലേ. നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് ഭാവി പരിപാടികൾ? ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും നിഷ ഇടുക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കരിയർ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചിലപ്പോ ഞാൻ ഇതെല്ലാം നിർത്തി ചിലപ്പോ വീട്ടിൽ ഒതുങ്ങി പോകാനും സാധ്യതയുണ്ട്. മടുത്തോ? അല്ല, മടുത്തില്ല. നമുക്ക് മുൻകൂട്ടി നമുക്കൊന്ന് നാളെ ഞാൻ എന്താവും എനിക്ക് പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാറില്ല? ഇല്ല, ഞാൻ അങ്ങനല്ലേ. ഒരു ദിവസം നമ്മൾ കടന്നു പോകുമ്പോ നാളെ എന്തായിരിക്കണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാന് ഇപ്പൊ വീട്ടിൽ ചെന്ന് എത്തുമെന്ന് പോലുമുള്ള ആ ഒരു മൈൻഡ് നടക്കുന്ന ഒരാളാണ്. കാരണം എന്താ പ്രസന്റിൽ ജീവിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ നമുക്ക് ഇന്നൊരു ദിവസം കിട്ടി, അപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നാളത്തെ കാര്യം നാളെയല്ലേ, അത് അതിൻ്റെതായ രീതിക്ക് നടന്നോളൂ. നിഷ ഇടുക്കി ഒരു പ്രൊഡ്യൂസറാണ്. ഇപ്പൊ വേറൊരു ടീം അല്ലെങ്കിൽ വേറൊരു ആളുകൾക്ക് താങ്കളുടെ അടുത്ത് കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ താങ്കളത് പ്രൊഡ്യൂസ് ചെയ്യും? എങ്ങനെയാ? ഞാന് കഥ കേട്ടിട്ടുണ്ട്. ചില ഇത് വരുമ്പോഴത്തേക്ക് നമുക്കത് ഇഷ്ടപ്പെടാതൊക്കെ വരും, ബഡ്ജറ്റ് ഓവറായിട്ടൊക്കെ വരും, അങ്ങനെയൊക്കെ.
മാറിപ്പോയിട്ടൊക്കെ ഇപ്പൊ നല്ല വർക്കാണ് അല്ലെങ്കിൽ നല്ലൊരു സബ്ജക്റ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾ എടുക്കുമോ? ചെയ്യുമല്ലോ, എടുക്കും. ഒരുപാട് ഓവർ ബഡ്ജറ്റ് ചെയ്യില്ല. ഞാനൊരു ബഡ്ജറ്റ് എൻ്റെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കാണെങ്കിൽ ഞാൻ പിടിക്കത്തില്ല, അതിന്റെ താഴെയാണെങ്കിൽ നോക്കും. അപ്പൊ എങ്ങനെയാണ് താങ്കളെ കോൺടാക്ട് ചെയ്യേണ്ടത്? ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പിന്നെ ചിലർ ഓൾ ബ്രൈറ്റിനോട് ചോദിക്കാറുണ്ട്, പിന്നെ മറ്റേ മെസ്സഞ്ചർ വഴിയൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ശരി, എന്തായാലും നമ്മുടെ കൂടെ ഇത്ര നേരം ഇരുന്ന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.